ഇത് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ CGL 2024 ടാപ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരു വെസലിനകത്ത് എയിൻ്റെ അകത്ത് മിൽക്കും വാട്ടറും 4:5 എന്ന റേഷ്യോ ആണ്. വെസൽ ബീൻ്റെ അകത്ത് 2:1 എന്ന റേഷ്യോ ആണ് മിൽക്കും വാട്ടറും. X ലിറ്റർ എയും എടുത്തു, Y ലിറ്റർ ബിയും എടുത്തു, മിക്സ് ചെയ്തു. എന്നിട്ട് ആ മിക്സ്ചറിൽ ഈ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 8:5. എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അലിഗേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഞാനിവിടെ അലിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിൽക്കിൻ്റെ വാല്യൂവിലാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9/4 ഭാഗം മിൽക്കാണ്. 9 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ഉം 4ഉം. രണ്ടാമത്തെ കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ 3/2 ഭാഗം മിൽക്കാണ്. 3 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:1 ആണ്. 2ഉം 1ഉം. ടോട്ടലിനകത്ത്, അതായത് ഇങ്ങനെ എന്തോ റേഷ്യോ എടുത്ത് മിക്സ് ചെയ്തപ്പോൾ ടോട്ടലിനകത്ത് 13/8 ഭാഗം എന്താണ്? മിൽക്കാണ്. ഇനി ഈ ഫ്രാക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രാക്ഷൻ മാറ്റുന്നതിനായിട്ട് ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 3ഉം 9ഉം 13ഉം ആണ്. അതിൻ്റെ LCM വെച്ച് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 13/9 വെച്ച് മൊത്തം റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 13/9 വെച്ച് മൊത്തം റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന എയിൻ്റെ സ്ഥാനത്ത് കിട്ടുന്നത് 9 വെട്ടിപ്പോയിട്ട് 13/4. 13/4 എന്ന് പറയുമ്പോൾ 52 കിട്ടും. ബീൻ്റെ അവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ഉം ഇതും വെട്ടിപ്പോവും. വെട്ടിപ്പോയിട്ട് 13x6 78 എന്ന് പറഞ്ഞിട്ട് ടോട്ടലിനകത്ത് 13 വെട്ടിപ്പോയിട്ട് 9x8 72. ഇങ്ങനെ ഇട്ട് അലിഗേറ്റ് ചെയ്യുന്ന നമുക്ക് കുറച്ചുകൂടി ഈസി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെയാണെങ്കിൽ 10 വരും. ഇതിനർത്ഥം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 20 വരും. കുറച്ചുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 3:10. എ എന്ന് പറയുന്ന മിക്സ്ചർ എ എന്ന് പറയുന്ന മിക്സ്ചർ X അല്ലേ എടുത്തിരിക്കുന്നത്. ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇത്. ദെൻ ബി എന്ന് പറയുന്നത് Y അല്ലേ എടുത്തിരിക്കുന്നത്. ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നിങ്ങളുടെ ആൻസർ, 3:10.